ഹലോ കോയമ്പത്തൂർ വെച്ച് നടന്ന ഹൗസ് ഓഫ് ട്രൈബ് എന്ന ഇവൻറ്റിൽ നടത്തിയിട്ടുള്ള എക്സിബിഷൻ്റെ എന്തൊക്കെ ഐറ്റംസാണ് ഞാൻ വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് സ്മോൾ പ്രൊഡക്ട്സ് ആണ്. റെയിൻബോസ്, അതേപോലെ തന്നെ സ്മോൾ കീ ചെയിൻസ്, ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് കീ ചെയിൻസ് ഉണ്ട്. ഹാർട്ട് കീ ചെയിൻസ് ഉണ്ട്, ഡെയ്സി കീ ചെയിൻസ് ഉണ്ട്, 3D ഹാർട്ട്സ് ഉണ്ട്, അതേപോലെ തന്നെ ഷെൽ കീ ചെയിൻസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് വെറൈറ്റി കീ ചെയിൻസ് ഞാനവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ചെറിയ ചെറിയ ഇയറിങ്സ്, നമുക്ക് സ്ക്രാപ്പിൽ നിന്നുണ്ടാക്കിയിട്ടുള്ള ഇയറിങ്സ് ആണ് ഇതൊക്കെ. റെയിൻബോ ഇയറിങ്സും അങ്ങനത്തെ ഉള്ളത് കൂടാതെ തന്നെ വലിയ വലിയ ഇയറിങ്സും നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഓരോ സ്പൈറൽ നോട്ട് വെച്ചിട്ടുള്ള ഇയറിങ്സ് ആണ് ഇപ്പോൾ ഈ കാണുന്നതൊക്കെ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഡബിൾ ഹാഫ് ഫിഷ് നോട്ട് വെച്ചിട്ടുള്ള ചെയിൻസും ഇയറിങ്സും ഒക്കെ നമ്മളിതിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇതെല്ലാം വളരെ സ്മോൾ പ്രോഡക്റ്റ്സ് ആണ്. ഇതുപോലെ വലിയ വലിയ പ്രോഡക്റ്റ്സ് വേറെയും ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ കാണിക്കുന്നത് ഹെയർ ബാൻഡ്സ്, ഇതുപോലത്തെ സ്പൈറലും അതേപോലെ തന്നെ സ്ക്വയർ പാറ്റേണിലുള്ള ഹെയർ ബാൻഡ് ഉണ്ട്. ബ്രൈഡഡിൽ 3 ബ്രൈഡഡും 4 ബ്രൈഡഡ് ഹെയർ ബാൻഡ് ഉണ്ട്. പിന്നെ ഡെയ്സി പാറ്റേണിലുള്ള ഹെയർ ബാൻഡ്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുകൂടാതെ തന്നെ നമ്മൾ സ്മോൾ എയർപോഡ്സ് ഉണ്ട്. നമ്മുടെ എയർപോഡ്സ് ഒക്കെ വെക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പൗച്ചാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പൗച്ചും ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു നോട്ട് പാഡാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. ഇത് നമുക്ക് വളരെ ഭംഗിയുള്ളൊരു മാക്രമേ നോട്ട് പാഡാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ വേറെയും കുറേ ടൈപ്പ് സ്മോൾ പൗച്ചസ് ഉണ്ട്. പിന്നെ മെയിനായിട്ട് വരുന്നതാണ് കോസ്റ്റേഴ്സ്. റൗണ്ട് കോസ്റ്റേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ സ്ക്വയർ കോസ്റ്റേഴ്സ് ഉണ്ട്. ഇതിപ്പോൾ ഞാൻ കാണിച്ചിരിക്കുന്നത് സ്ക്വയർ കോസ്റ്റേഴ്സ് ആണ്. അതുകൂടാതെ തന്നെ അതായത് ഇതുപോലത്തെ റൗണ്ട് കോസ്റ്റേഴ്സ് ഉണ്ട്. ഡിഫറെൻറ്റ് സൈസസിലും കളേഴ്സിലും അവൈലബിൾ ആണ് കേട്ടോ. ഇതൊരു ഓഫ് വൈറ്റ് കളറിലുള്ള വളരെ ഭംഗിയുള്ള ഏകദേശം ഒരു 70 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള ഒരു പ്ലാൻ ഹാങ്ങറാണ്. അതുപോലെ തന്നെ താഴെ ഒരു ഡ്യുവൽ കളറിലുള്ള ഒരു ഓഫ് വൈറ്റ് ആൻഡ് ഒരു മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡിൽ വരുന്നതാണ് ഈ പ്ലാൻ ഹാങ്ങർ. ഇതും അതേപോലെ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആണ്. പിന്നെ ഇതിൻ്റെ തന്നെ സിംഗിൾ കളറിൽ, അതായത് ഒരു ഓഫ് വൈറ്റ് കളർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്ലാൻ ഹാങ്ങേഴ്സാണിത്. ഇതിൽ വുഡൻ റിങ്സ് ഇല്ല, അതിന് പകരം നമ്മൾ മാക്രമേ കോഡ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് പോഡാണ്. വളരെ ചെറിയ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ ഇതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. ഇനി പ്ലാന്റ്സ് അല്ലെങ്കിൽ വേറെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് വെക്കാം കേട്ടോ. പിന്നെ കാണുന്നതാണ് വളരെ ഭംഗിയുള്ള ഒരു ഹാൻഡ് പെയിൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാൻ ഹാങ്ങർ. സെൻറ്ററിൽ ഒരു സിമ്പിൾ ഡിസൈനും ഉണ്ട്. അതിൻ്റെ എഡ്ജസിലാണ് നമ്മൾ കളർ പെയിൻറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ഗ്രീൻ ഷെയ്ഡാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഡവൽ വെച്ചിട്ട് നമ്മൾ വാളിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ബാഗ്സിൻ്റെ കളക്ഷൻ നോക്കാം. ഇതൊരു മിൻറ്റ് ഗ്രീൻ ഷെയ്ഡിലുള്ള ചെറിയ സ്ട്രാപ്പ് വെച്ചിട്ടുള്ളൊരു ബാഗാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ബാഗാണ്. പിന്നെ ഇതൊരു ഡ്യുവൽ കളർ കോംബോയിൽ വരുന്ന ഒരു സ്ലിംഗ് ബാഗാണ്. പിന്നെ ഒരു വുഡൻ ഹാൻഡിലുള്ള ഒരു സീ ഷെൽ ബാഗാണിത്. ഇതിന് ഓഫ് വൈറ്റ് കളറാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊരു റിവേഴ്സിബിൾ ബാഗ് അല്ലെങ്കിൽ ബീച്ച് ബാഗ് എന്നൊക്കെ പറയാം. അഡ്ജസ്റ്റബിൾ ബാഗ് സ്ട്രാപ്പാണിത്. നമുക്ക് ടാബൊക്കെ കൊള്ളാവുന്നതാണ്. പിന്നെ ഒരു ചെറിയ 8 ഇഞ്ചിൻ്റെ ഒരു മിററാണിത്. പിന്നെ വളരെ സിമ്പിൾ ഡിസൈനാണ്. പിന്നെ ഒരു ഓഫ് വൈറ്റിൻ്റെ ട്വിസ്റ്റഡ് കോഡ് വെച്ച് ചെയ്തിട്ടുള്ള ഒരു 10 ഇഞ്ചിൻ്റെ മിററാണിത്. അതുപോലെ തന്നെ ബീഡ്സും അതേപോലെ തന്നെ കോഡ്സും വെച്ചിട്ടുള്ള ഒരു മിക്സ് ചെയ്തിട്ടുള്ള ഒരു 12 ഇഞ്ചിൻ്റെ മിററാണ് ഈ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വാളിലൊക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല ഭംഗിയുള്ള കളറിലുള്ള ഒരു ക്ലോക്കാണിത്. ക്രോഷയും അതേപോലെ തന്നെ മാക്രമേയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഡ്രീം ക്യാച്ചേഴ്സാണ്. ഇവിടെ നല്ല കാറ്റാണ് കേട്ടോ, അതുകൊണ്ടാണ് എനിക്ക് ശരിക്കും വീഡിയോ എടുക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇത് ഒരു ചെറിയ വുഡൻ ഒരു റീത്ത് വെച്ചിട്ടുള്ള ഡ്രീം ക്യാച്ചറാണ്. അപ്പോൾ ഇതൊരു ലാർജ് ഡ്രീം ക്യാച്ചറാണ്. ഏകദേശം ഒരു 16 ഇഞ്ച് ഡയ വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ഡ്രീം ക്യാച്ചറായിരുന്നത്. നമ്മളിത് വാളിൽ വെക്കുമ്പോഴാണ് എൻ്റെ ഭംഗി ശരിക്കും അറിയാം കേട്ടോ. ഞങ്ങൾക്ക് അങ്ങനെ ഒരു സ്പേസ് കിട്ടാത്തതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റാത്തതാണ്. പിന്നെ ഇത് നോർമലായിട്ടുള്ള ക്രോഷ അല്ലാതെ സിമ്പിൾ നമ്മൾ മാക്രമേ കോഡ് വെച്ച് മാത്രമുള്ള ഒരു വാൾ ഹാങ്ങിങ് ആണ്. പിന്നെ അതുകൂടാതെ തന്നെ ഇതൊരു കളർഡ് ക്രോഷേ, നല്ല ഭംഗിയുള്ള ഒരു ഡ്രീം ക്യാച്ചർ. നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അതുപോലത്തെ ഒരു ഡ്രീം ക്യാച്ചറാണ്. പിന്നെ ഇതൊരു 2 റിങ് വെച്ചിട്ടുള്ള ഡ്രീം ക്യാച്ചറാണ്. മേലെ ഉള്ളത് ഇതിനേക്കാളും കുറച്ച് സൈസ് കുറവുള്ളതായിരിക്കും താഴെയുള്ളത്. ഇനി ഇതിപ്പോൾ 2 ലെയറാണ്. ഇതുപോലെ തന്നെ 3 ലെയറൊക്കെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയാണ് കേട്ടോ ഇത്. നല്ല രസം ഉണ്ടാവും ഇതൊക്കെ വാളിൽ വയ്ക്കാൻ. നമുക്ക് സ്പേസ് ഇല്ലായിരുന്നു വെക്കാൻ വേണ്ടിയിട്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ടേബിളിലൊക്കെ വെച്ചിട്ടുള്ളത്. ഇത് നല്ല ഭംഗിയുള്ള ഒരു സൈഡ് ടേബിൾ ലാമ്പാണ് കേട്ടോ. പിന്നെ ഈ കാണുന്നത് ഇതൊരു ഹാങ്ങിങ് ലൈറ്റാണ്. 10 ഇഞ്ച് ഡയ വരുന്ന ഒരു ഹാങ്ങിങ് ലൈറ്റാണ്. ഇതിനോട് സിമിലർ ആയിട്ടുള്ള ഇതിൻ്റെ ടോപ്പ് ഡയയും അതേപോലെ തന്നെ ബോട്ടം ഡയയും ഡിഫറെൻ്റ് ആയിട്ടുള്ള സെയിം മോഡലുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റാണ് ഈ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള ഒരു സൈഡ് ടേബിൾ ലാമ്പാണ്. ചെറിയൊരു സ്റ്റാൻഡും അതിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ ബോട്ടത്തിൽ. പിന്നെ അതിൻ്റെ പോലെ തന്നെ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു സൈഡ് ടേബിൾ ലാമ്പാണിത്. ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് നമുക്ക് കളറും സൈസൊക്കെ കസ്റ്റമൈസ് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ. ഇത് കുറച്ച് ഇൻട്രിക്കേറ്റ് വർക്കാണ്. കുറച്ച് കൂടുതൽ വർക്ക്സ് കൊടുത്തിട്ടുള്ള ഒരു റെക്റ്റാങ്കുലർ സൈഡ് ടേബിൾ ലാമ്പാണ്. അതുപോലെ തന്നെ അതിൻ്റെ വേറൊരു കളർ ഷെയ്ഡാണ് ഈ വരുന്നത്.
അപ്പം ഇത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ലൈറ്റും അതേപോലെ കേബിളും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ താങ്ക് യു.